വൈ നോട്ട് ഹൈലൈറ്റ് ഞാൻ ചോദിക്കും തിരിച്ച്. ദിസ് പ്ലേസ് ഹാസ് പൊട്ടൻഷ്യൽ. യെസ്. ബട്ട് ഡെഫിനറ്റ്ലി ആ ടെക്നോളജി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. യെസ്. വെൽക്കം ഫവാസ് അഹമ്മദ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ ഹിയർ. ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഫേസ് 360. മെയിൻലി ഡെന്റൽ, അതുപോലെ തന്നെ എസ്തെറ്റിക്, ഫേഷ്യൽ എസ്തെറ്റിക് അല്ലേ? Exactly, yes. ആ ഒരു ഇൻഡസ്ട്രി. എനിക്ക് തോന്നുന്നു ഡെന്റൽ നമ്മൾ ഒരു പൊതുവെ കേട്ടുവരുന്ന ഇൻഡസ്ട്രി, പക്ഷേ ഈ ഫേഷ്യൽ എസ്തെറ്റിക് അത്ര എല്ലാവരും അറിഞ്ഞ് വന്നിട്ടില്ല ഒരു പരിധി വരെ. അത് കുറച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് അപ്പർ ക്ലാസ്സിൽ നിൽക്കുന്നു, പക്ഷെ എല്ലാവർക്കും കോമൺ ആയിട്ട് ആവശ്യമുണ്ട്. ഓവറോൾ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ജേണി പ്ലസ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് പുതുമകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കോമ്പിനേഷൻ, നമ്മളൊരു കോമ്പിനേഷൻ ഓഫ് പല ഡിപ്പാർട്ട്മെന്റ്സ്, പ്ലാസ്റ്റിക് സർജൻസ് തൊട്ട് ഡർമാറ്റ്സ്, കോസ്മെറ്റിക് ഇഞ്ചക്ടേഴ്സ്, ഡെന്റിസ്റ്റ്, തെറാപ്പിസ്റ്റ്, ഇത്രയും ആൾക്കാർ ഒരു കമ്പൈൻഡ് സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ഹാവ് അതർ പ്ലാൻസ് ലൈക്ക് ഡെവലപ്പിംഗ് കുറച്ചും കൂടെ എന്താ പറയാ ഒരു എലീറ്റ് ക്രൗഡിന്റെ അടുത്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ബിസിനസ് പാർക്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതർ പ്ലാൻസ് ഉണ്ട് നമ്മൾ ഡെവലപ്മെന്റ് വൈസിലേക്ക് നമ്മൾ പല അതർ സ്റ്റേറ്റ്സിലും അതുപോലെ തന്നെ ഈവൻ ലൈക് GCC കൺട്രീസ് നമ്മളിപ്പം പ്ലാനിങ് ഉണ്ട്. യെസ്. ഓക്കെ. ഈ ഒരു ഇൻഡസ്ട്രി ഇപ്പോ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, ഒരു ജേണിയുടെ സ്റ്റാർട്ടിങ് ഇപ്പോ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു മൊമെന്റിലാണല്ലോ. ചിലപ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ജോബ് ചെയ്തിട്ടോ ആയിരിക്കും ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരിക. അതല്ലെങ്കിൽ സപ്പോസ് പല ആൾക്കാരും എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഉടനെ തന്നെ വരാം, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് വരാം. പല രീതിയിലാണ് ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്നത്. ആ ഒരു ജേണി സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? ശരി, ഓണ്ടർപ്രണർഷിപ്പ് ഐ തിങ്ക് ബേസിക്കലി I had a failure in college first time. So you have to survive that. Survival plan, yes, I understood that. Like first of all, എൻ്റെ ഫാമിലി എന്നൊരു ലൈക്ക് ബിസിനസ് ഫാമിലി എന്ന് വന്ന ഒരാളല്ല ഞാൻ. ഒരു ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. സോ ഐ ഹാവ് മൈ ഓൺ സ്ട്രഗിൾസ്, അതില്ലാതെ ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഒരു ഫെയിലിയർ സംഭവിച്ചു. യു ഹാവ് ടു സർവൈവ്. എന്താ പറയാ, ഒരു ജോലി ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്ത് പോകണം. അപ്പം ഫണ്ടിങ്സ് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ബേസിക്കലി. അപ്പൊ അവിടെ നിന്ന് ഫസ്റ്റ് ഇൻഡസ്ട്രി ഈ ഡെന്റൽ റിലേറ്റഡ് ആണോ? അതിന് മുൻപ് എന്തെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്? ട്രൈ മെനി അതർ തിങ്സ്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽസ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം അങ്ങനെ കോളേജ് എവിടെയാണോ നെസസറി ഉള്ളത്, എന്താണ് നെസസിറ്റി ഉള്ളത്, അത് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്ക്ഔട്ട് ആവും എന്നുള്ളൊരു ഇന്റൻഷനിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഫാർ ഫൈൻ, ഗോയിങ് ഓൺ അങ്ങനെ പറയാം. ഓക്കെ. ഇപ്പൊ ഈ ഒരു ഡെന്റൽ എന്നുള്ള പെർട്ടിക്കുലർ ഇൻഡസ്ട്രി ഇപ്പൊ കണ്ടിന്യൂസ് അത് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ അതിലായിരുന്നു. അതായിരുന്നു എന്റെ കണ്ണില് ലൈക്ക് ലീസ്റ്റ് എക്സ്പ്ലോർഡ് ഏരിയ ഒന്ന്. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാതെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വാല്യുവേഷൻ കമ്പയർഡ് ടു അതർ കൺട്രീസ് ഇവിടെ കുറവാണ്. സോ ആ ഫീൽഡ് ഇസ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി ഡെവലപ്ഡ് എന്നൊരു ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാരണം കൊണ്ടാണ് ഞാൻ ഡെന്റൽ ആൻഡ് കോമ്പിനേഷൻ ഓഫ് എസ്തെറ്റിക്സ് എന്നുള്ളൊരു സാധനം നമ്മൾ പ്ലാൻ ചെയ്തത്. സോ ഇഫ് യു ആസ്ക് മീ ലൈക്ക് വാട്ട് വി ആർ അപ് ടു മീൻസ് ലൈക്ക് ഫേസ് 360യുടെ ഇന്റൻഷൻ ബേസിക്കലി വി ആർ ഏബിൾ ടു ഗിവ് ഒരു 1 lakh ഹെൽത്ത് കെയർ വർക്കേഴ്സ് നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് സക്സസ് ഫോർ അസ്. യെസ്. അൺലെസ് ആൻഡ് അണ്ടിൽ വി ആർ നോട്ട് ഏബിൾ ടു ഗിവ് ദാറ്റ്, നമ്മളത് ഇപ്പോഴും ഓൺഗോയിങ് പാത്ത് തന്നെയാണ് പോകുന്നത് പറയാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റ് ആണോ അതോ വേറെ എവിടെയാണ് സ്റ്റാർട്ടിങ്? യെസ്, കാലിക്കറ്റ് ആണ് ഇപ്പൊ നമുക്ക് ഫേസ് 360 ഉള്ളത്. വി ഹാവ് അതർ ക്ലിനിക്സ് ലൈക്ക് വേറെ പേരിൽ നമുക്ക് പുറത്തുണ്ട് വിത്ത് പാർട്ണർഷിപ്പ്. ഓക്കെ. അല്ലാതെ ഫേസ് 360 ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ബ്രാൻഡിൽ ഇവിടെ വേറെ എവിടെയൊക്കെയാണ്? ബാംഗ്ലൂർസ് ഉണ്ട്, പിന്നെ കർണാടകയിലുള്ള 1-2 സ്ഥലങ്ങളിൽ വേറെ ഉണ്ട്. ബിക്കോസ് അത് പറയാത്തത് വേറെ ബ്രാൻഡിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. വി ഹാവ് പാർട്ണർഷിപ്പ് അവിടെ. സോ എപ്പോഴും ചോദിക്കണം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ പലപ്പോഴും പല സ്റ്റേറ്റിൽ തന്നെ ഓണ്ടർപ്രണർഷിപ്പ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ പല ആൾക്കാരും പറയും കേരളം വിട്ട് പുറത്തു പോയാൽ ഭയങ്കര സുഖമാണ്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂർ ഓൾറെഡി ഉണ്ട്, ഇവിടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അബ്രോഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ബിക്കോസ് ഐ ഹാവ് സ്പെൻഡ് ഓൾമോസ്റ്റ് 10 years ഇൻ കർണാടക. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ കണക്ഷൻസ് ഇൻ കർണാടക ഉണ്ട്. സോ കമ്പയർഡ് ടു കാലിക്കറ്റ് അല്ലെങ്കിൽ കേരളത്തിനെക്കാട്ട് കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്, ആക്സസ് ഈസിയാണ് കർണാടകയിൽ. കാലിക്കറ്റ് ഈ വന്ന സമയത്ത് പറഞ്ഞ ഈസി ഫോർ എനിബഡി ടു സ്റ്റാർട്ട്. അങ്ങനെ ഒരു എന്താ പറയാ വെൽക്കമിങ് കൈൻഡ് ഓഫ് ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഫൈൻ. ഒരു ലെവലിലെത്തി ദേ ബിക്കം എ ത്രെട്ടൻഡ് ഫോർ യു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമാണ് അത് എവിടെയായാലും നമുക്ക് അടി കിട്ടും. അത് നോർമലാണ്. ബട്ട് കോമ്പറ്റീഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന നോർമൽ ഇഷ്യൂസ് അല്ലാത്തടത്തോളം നമ്മൾ റെഡി ടു ആക്സെപ്റ്റ് ദം ആൻഡ് ദേ ആർ റെഡി ടു ആക്സെപ്റ്റ് യു, ദെൻ ഇറ്റ്സ് ഫൈൻ.
ഇപ്പൊ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഇപ്പൊ നമ്മള് ഹൗ വി ആർ കൊളാബറേറ്റിംഗ് മീൻസ് ബിക്കോസ് വി ആർ ഏബിൾ ടു ആക്സെപ്റ്റ് ഈച്ച് അതർ. അതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പോകുന്നത്. സിമിലർ. ഓക്കെ. ഇപ്പൊ ഡെന്റൽ മാത്രമല്ലല്ലോ, ഡെന്റൽ എസ്തെറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ എസ്തെറ്റിക് അത്ര ഇവിടെ ഇപ്പൊ ഒരുപാട് വെൽനെസ് ക്ലിനിക് റിലേറ്റഡ് അങ്ങനെ ഒരുപാട് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് വളരെ ഓതന്റിക് ആയിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ഇപ്പൊ നിങ്ങളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി? ഞാൻ ആക്ച്വലി മറ്റുള്ളവരുടെ ഇത് സ്റ്റഡി നടത്താൻ പോയിട്ടില്ല ഒന്നും സാധനം. ഐ ഹാവ് എ ക്ലിയർ ഇന്റൻഷൻ വാട്ട് വി വാണ്ടഡ് ടു ഡു എന്നുള്ള സാധനം മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എത്രത്തോളം മാക്സിമം ഡെവലപ്പ് ചെയ്യുക, ഹൗ വി കൻ ഇംപ്രൂവ് എന്നല്ലാതെ ഐ നെവർ സ്റ്റഡിഡ് എനി ഓഫ് ദ അതർ പീപ്പിൾ. ആക്ച്വലി എന്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് ഞാൻ ഹാവൻ സീൻ എനിബഡി. ദാറ്റ് ഇസ് വൺ തിങ്. അപ്പം ഐ ഹാഡ് സെൻഡ് മെനി പീപ്പിൾ ടു അതർ ഈ പറഞ്ഞ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് ആളുകൾ കാണപ്പെടുന്ന ആൾക്കാർക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ. ബേസിക്കലി നമുക്ക് അവിടെ റിക്വയർമെന്റ് നമ്മുടെ ഗസ്റ്റ്, ഐ ഡോണ്ട് ഈവൻ കോൾ ദം ക്ലയൻസ്, ഇഫ് അവർ ഗസ്റ്റ് ഇസ് ഹാപ്പി വിത്ത് us. അപ്പൊ ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പം കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 3 years ആവുന്നു. ആൻഡ് വി ഹാവ് ലൈക്ക് അറൌണ്ട് 1500 to 2000 like our own guests എന്നാണ് പറയാം. they are happy with us, they are in a good connection with us. ലൈക്ക് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗസ്റ്റ് ഇപ്പം പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് അവരെ ബുദ്ധിമുട്ടി, അവർക്ക് അവിടെ എവിടെ ആരെ പോയി കാണണം, ഏത് ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യുന്ന അറിയാണ്ട് സമയത്ത് അവരെ നമ്മൾ വിളിച്ചു. നോട്ട് ഇവൻ സംതിങ് റിലേറ്റഡ് ടു us, ലൈക്ക് ഞങ്ങൾ ചെയ്യേണ്ട സാധനം പോലല്ല, ഹെൽത്ത് റിലേറ്റഡ് വേറൊരു സംഗതിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈക്ക് വി കണക്റ്റഡ് അവർ കോണ്ടാക്ട്സ്, ഞങ്ങൾ അവിടെയുള്ള കോണ്ടാക്ട്സ് ഞങ്ങൾക്ക് വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുത്തു. അവരവിടെ ഒരു സർജറി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ ചെയ്തു. ബേസിക്കലി അവർക്ക് എന്താ പറയാ കിഡ്നി സ്റ്റോൺ അതായിരുന്നു ഇഷ്യൂ വന്നത്. സർജറി അത്യാവശ്യമായിരുന്നു. നമുക്ക് അവിടെ ഉള്ള ഡോക്ടറെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. നമ്മുടെ ക്ലയൻസ് ഒരു കസ്റ്റമർ എന്നുള്ളതിന് അപ്പുറത്തേക്കുള്ള ഒരു അപ്രോച്ച് ഉണ്ട് നമുക്കുള്ള ഒരു എന്താ പറയാ ഒരു ടീം ബിൽഡിംഗ്. അങ്ങനെ ടീം ബിൽഡിംഗ് പറയാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്, ഓക്കെ. മെയിൻലി ഇതിൽ വരുന്ന ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ക്ലയന്റ് ഉപയോഗിക്കുന്നില്ല, ഗസ്റ്റ്. ഇതിൽ ഏതൊരു കാറ്റഗറി ക്രെഡിറ്റ്സ് ഗോസ് ടു മൈ ടീം, not me, because എന്നെക്കാട്ടും ബെറ്റർ ആയിട്ട് അവർ ഡീൽ ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ്സ്. കംപ്ലീറ്റ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ്, തെറാപ്പിസ്റ്റ് എല്ലാവരും ഉണ്ട്. കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഏതൊരു കാറ്റഗറി? ഇപ്പോ എല്ലാവർക്കും ഫേഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ചിരിക്കുക. ഇന്നത്തെ എസ്പെഷ്യലി ഇന്നത്തെ വേൾഡിൽ അത് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് വീണ്ടും കൂടുന്നുണ്ട്. കാരണം നമ്മുടെ ഫേസ് വാല്യൂ, ഒരുപാട് കാര്യങ്ങളുണ്ട്, മാർക്കറ്റിംഗ്, ബ്രാൻഡിങ് റിലേറ്റഡ് തിങ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അൾട്ടിമേറ്റ് ഇതൊരു കോൺഫിഡൻസ് ആണല്ലോ നമ്മളുടെ ഒരു. അപ്പൊ ഇത് ഏതൊരു കാറ്റഗറിയാണ് മേജർ പെർസെന്റേജ് നിങ്ങളുടെ അടുത്ത് ഇപ്പോ ഗസ്റ്റ് ആയിട്ട് തന്നെ വരുന്നത്? ബേസിക്കലി നമ്മുടെ അടുത്ത് വന്ന മിക്ക ആൾക്കാരും they lack confidence. അതാണ് ഒരു കോൺഫിഡൻസ് ആണ് പ്രധാന പ്രശ്നം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ഹാവ് മൈ നോസ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളത്, അപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ പല്ല് വിട്ടിട്ടുള്ളത്, ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ ചിരിക്കുന്ന സമയത്ത് എനിക്ക് ചിരിക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നമ്മള് ഒന്ന് മേ ബി ജോബ് റിലേറ്റഡ് ആയിരിക്കാം, മേ ബി അല്ലെങ്കിൽ അയാളുടെ വെഡിങ് പേഴ്സണൽ അങ്ങനെ ആകാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു സംഗതി. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ റീസെന്റ് ഒരു ഗസ്റ്റ് വന്ന സമയത്ത് പുള്ളി പറഞ്ഞത് ഡാർക്ക് ലിപ്സ് ആണ്, മൈ വുഡ് ബി ഡസൻ ലൈക്ക് ഇറ്റ്, എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ അതൊക്കെ കൺസേൺ ആൾക്കാർ, കാരണം ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് പലതും. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഒരാൾക്ക് സംബന്ധിച്ച് ഇതിപ്പോ എന്തത്ര വലുതാണ്, പക്ഷെ അവരവൻ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ട്രോമാസ് മേ ബി വന്നിട്ടുണ്ടാവും, ബോഡി ഷെയ്മിങ് നന്നായിട്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ശരിക്ക് അവരുടെ ലൈഫ് ലോങ് ഒരു ഫീലിംഗ് കിട്ടുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ചെയ്യുന്നത്. കാരണം ഒരു ടെമ്പർ, ഇപ്പൊ ഒരു പനി മാറുന്ന പോലെയോ അല്ലല്ലോ ഇത്, അവർക്ക് ലൈഫ് ലോങ് ആ കോൺഫിഡൻസ്. പിന്നെ നമ്മുടെ ആയിട്ടുള്ള ബന്ധം അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഒരു കോഴ്സ് പോലെയാണോ ചെയ്യുന്നത്, ഒരു വൺ ടൈം പ്രോസസ്സ് പോലെയാണോ, ഏതൊക്കെയാ ഓരോ നമ്മള് കാറ്റഗറി? ഫസ്റ്റ് ഒരിക്കലും ഒരു ഇതാ പിടിച്ചോന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മളാ ആളുകൾ ആ ജേർണിയിലോട്ട് കൊണ്ടുവന്ന് കൺവിൻസ്ഡ് ആവണം ആൾക്കാർക്ക്. നമുക്ക് അവരെ കൺവിൻസ് ആവുന്ന സെൻസ് ലൈക്ക് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു ഡു. അതാണ് അവിടെ സംഗതി. അപ്പൊ അവർക്കത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നിൽക്കും.
മനസ്സിലാവാത്തിടത്തോളം അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ വിട്ടുപോകും. നോർമൽ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരു 2000-ന്റെ അടുത്ത് നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറയാൻ കാരണം. മേ ബി അവർക്ക് ഇടയ്ക്കിടയ്ക്കുള്ള വിസിറ്റ് ആവശ്യം ഉണ്ടാവുമല്ലോ അല്ലെ? മന്ത്ലി വിസിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മന്ത്ലി ചെക്കപ്പ് നമ്മള് ഇത്തരം എലീറ്റ് എല്ലാം ഗസ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവര് വന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കറക്റ്റ് ചെയ്യണോ, ക്ലിയർ ചെയ്യണോ എന്നൊക്കെ നോക്കിയിട്ട് പോകാറുണ്ട്. അപ്പം ഷെഡ്യൂൾഡ് വിളിക്കുക, നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ. ബാക്ക് ടു ഓണ്ടർപ്രണർഷിപ്പ്. ശരിക്കും ബിസിനസ്സിൽ അതൊരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മേ ബി അതിന്റെ സക്സസ് ഏരിയാസും ഉണ്ട്, ഒരുപാട് സ്ട്രഗിൾ ഏരിയാസും ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു സ്ട്രഗിൾസിനെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? അതാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസ്. ബിസിനസ്സിലും സ്ട്രഗിൾസ് ഉണ്ടാവും. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പൊ നമ്മളത് റെഡി ആയിട്ട് നമ്മൾ എന്തായാലും എടുക്കാൻ റെഡി ആയിട്ടാണല്ലോ നമ്മളിലോട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഇറ്റ്സ് ഫൈൻ. ലൈക്ക് ആ സ്ട്രഗിൾസ് നമുക്കിത് വന്നല്ലോ എന്നിരിക്കാൻ പറ്റില്ല. വിൽ ട്രൈ ടു ഫൈൻഡ് സം മോർ അതർ വേ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. അതാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തിങ്. പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നത് വൺസ് യു ഹാവ് എ വെരി ഗുഡ് ടീം, നമ്മുടെ വിഷൻ കാണുന്ന ഒരു ടീം നമ്മുടെ കൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രഗിൾസ് വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ് മേ ബി ലൈക്ക് ഇഷ്യൂസ് മേ ബി പേഴ്സണൽ അല്ലെങ്കിൽ ബിഗർ ഇഷ്യൂസ് അല്ലാതെ വരുന്നതായിരിക്കാം. ഇതിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പറഞ്ഞത് എക്സിക്യൂട്ട് ചെയ്യുന്നതിലോ പിന്നീട് ടീം സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാൻ പറ്റില്ല. അതൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു പർച്ചേസിംഗ് ഒക്കെ എങ്ങനെയാണ്? ഏതൊരു ലെവൽ ഓഫ് ക്വാളിറ്റി ആണ്? മെയിൻലി വി ട്രൈ ടു കോസ്റ്റ്ലി ആണോ? ഡെഫിനറ്റ്ലി കോസ്റ്റ്ലി ആണ്. അപ്പം നമ്മള് ഒരു മോർ ദാൻ ലൈക്ക് എന്താ പറയാ, നമ്മളൊരു ക്വാളിറ്റി വൈസ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മളൊരു പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഡെന്റൽ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് ക്ലിനിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന കുറെ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം നമ്മളും അത് കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം അക്രഡേഷൻ ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു കനേഡിയൻ അക്രഡിറ്റഡ് ക്ലിനിക്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ there are some criteria and qualities they provide, like they keep up with them. Similarly നമ്മളിവിടെ ഇപ്പം അതന്നെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ലെവലിലോട്ട് കൊണ്ടുപോവുക. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മേജർ ഫാക്ടർ. ഓക്കെ. ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഡെലിഗേഷൻ. കാരണം എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ അവർ ചെയ്താലേ ശരിയാവൂ എന്നുള്ള ഒരു മോട്ടോയിലാണ്, ഒരു സ്റ്റൈലിലാണ് പല ആൾക്കാരും ഓണ്ടർപ്രണർഷിപ്പ് കാണുന്നത്. കാരണം അവർ തന്നെ ആയിരിക്കും എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ കണ്ടിടത്തോളം നമുക്കൊരു പേഴ്സണൽ പരിചയമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഫ്രീ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് പലപ്പോഴും. അപ്പൊ എങ്ങനെയാണ് ഇത്രയും ഡെലിഗേറ്റഡ് ആയിട്ട്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അവിടെ പോയിട്ടില്ലെങ്കിലും 100% കാര്യങ്ങൾ നടക്കുന്ന രീതിയിൽ തന്നെ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഡെലിഗേഷൻ അല്ല, ഇവൻ ഒരു 1 month മാറിയിരുന്നാലും പ്രശ്നമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയും ഡെലിഗേറ്റഡ്. അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എടുത്തിട്ടുള്ളത്? ഒന്ന്, വി വർ ഏബിൾ ടു ബിൽഡ് ടീം. അതൊരു റീസൺ ആണ്. പിന്നെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി നമുക്ക്. സിസ്റ്റം ബേസിക് ടെക്നോളജി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ടെക്നോളജീസ് ഡെഫിനറ്റ്ലി വി ഹാവ് അവർ ഓൺ ആപ്സ് ആൻഡ് അതർ തിങ്സ്. മോർ ദാൻ ദാറ്റ് ഐ വുഡ് സേ ലൈക്ക് ടീം അത് കണ്ടു, നമ്മള് കൂടെ നിൽക്കുന്ന ആളുകൾ കണ്ടു ഇതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഏത് ലെവലിലോട്ടാണ് പോവേണ്ടത്. സോ അവരത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്, ഞാൻ പറയുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ വിഷന്റെ ക്ലാരിറ്റി അവർക്ക് കിട്ടി. ഡെഫിനറ്റ്ലി അതാണ് എന്റെ റീസൺ. അപ്പൊ തന്നെ നമ്മളൊരു 50% ജോബ് അവിടെ തീർന്നു. ഡെഫിനറ്റ്ലി 80% ഞാൻ തന്നെ പറയാം. അപ്പൊ 20% മൈ എഫേർട്ട്. അങ്ങനെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോ ഇനീഷ്യൽ സ്റ്റേജിൽ ഇറ്റ് വാസ് തീർച്ചയായിരുന്നു ഉൾട്ടായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഐ വുഡ് സേ ലൈക്ക് ഇപ്പൊ ഒരു 1 month 2 months ഞാൻ പോയില്ലെങ്കിലും ദേ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പൊ അതൊരു ഇഷ്യൂ ഇല്ല. ഓക്കെ. യെസ്. ഇപ്പൊ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ഇപ്പോ അവിടെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? ബിസിനസ്സിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയ, മറ്റുള്ള മീഡിയാസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്? പിന്നെ പേഴ്സണലി എത്രത്തോളം ടെക്നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാൻ അങ്ങനെ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരാളല്ല. പേഴ്സണലി പറയുകയാണെങ്കിൽ മൈ നോളജ് ഇൻ ടെക്നോളജി ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്. ബട്ട് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഏരിയസ് എക്സ്പ്ലോറിംഗ് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി ആ ടെക്നോളജി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള ആള് ഇപ്പം സ്ട്രഗ്ലിംഗ് ഇൻ ദാറ്റ് ഏരിയ. അത് ശരിക്ക് നമ്മളെ ലീഡർഷിപ്പിന് ചിലപ്പോൾ ഒരു ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടോ? മൊബൈൽ അല്ലെ, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അല്ലെ, ഇപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം തോന്നില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ ഈ മൊബൈല് നമ്മളെ കയറി ഭരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന. നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു,
ടെക്നോളജീസ് എന്താണെന്ന് അന്ന് ഞാൻ പറഞ്ഞ മറുപടി ആയിരിക്കില്ല എന്ന് പറയേണ്ടത്. കാരണം എനിക്ക് ടെക്നോളജി ഇപ്പം ഇറ്റ് ഇസ് നെസസറി, അല്ലാതെ വേറെ വഴിയില്ല. ബട്ട് ഞാൻ പേഴ്സണലി പറഞ്ഞ പോലെ മൊബൈൽസ് അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. എന്റെ ഏറ്റവും കംപ്ലൈന്റ്സ് വരാറുള്ളത് ഫോൺ വിളിച്ചെടുക്കാറില്ല, മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ഉണ്ടാവാറില്ല എന്നുള്ളൊരു സംഗതി വരാറുണ്ട്. ഒന്ന് മേജർ റീസൺ എനിക്കത്ര ഫോണായിട്ട് ഓക്കെ ആവാറില്ല. ഞാൻ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലാതെ വർക്ക്സ് കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഡീപ് വർക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ തോട്ട് പ്രോസസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോകാനാണ് ഞാൻ ശ്രമിക്കാറ്. അല്ല, അതെനിക്ക് തോന്നുന്നു ഒരു ലീഡർഷിപ്പിൽ എത്തുമ്പോഴാണ് നമ്മളത് റിയലൈസ് ചെയ്യുക ശരിക്കും പറഞ്ഞാല്. കാരണം ഇതില് നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് പലതും ചെയ്യേണ്ട സമയത്തായിരിക്കും നമ്മൾ ഈ മൊബൈൽ കാര്യങ്ങൾ പലപ്പോഴും ഇപ്പൊ ഈ പറഞ്ഞ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്താൽ നമ്മൾ എടുത്തോളണം എന്നുള്ളതാണ് സൊസൈറ്റി തിങ്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒരു വോക്കിലായിരിക്കാനുള്ള പ്രൈവസി അല്ലെങ്കിൽ അതിനുള്ളൊരു ഫ്രീഡം നമുക്ക് ഉണ്ട് എന്നുള്ളത് തിങ്ക് ചെയ്യുന്നില്ല പലപ്പോഴും. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെ അറ്റൻഡ് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ റിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊരു ഡിസ്ട്രാക്ഷനുമാണ് എന്തൊക്കെ പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഈ ഓണ്ടർപ്രണർഷിപ്പിൽ എനിക്ക് തോന്നുന്നു ഡീപ്പ് വർക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളും നന്നായിട്ട് ഡീപ്പ് വർക്ക് ചെയ്യുക, ഡീപ്പ് തിങ്കിങ് ചെയ്യുന്നതായിട്ട് എനിക്ക് പലപ്പോഴും. കാരണം നല്ല ഗ്യാപ്പ് ഇപ്പൊ നമ്മൾ തന്നെ മീറ്റ് ചെയ്യുമ്പോൾ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ അത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അത് ആ സമയം മാറ്റി വെക്കുന്നത്? ബേസിക്കലി എന്റെ ടൈം കൂടുതൽ എന്റെ പഠനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. യൂഷ്വലി ടു ഇംപ്രൂവ് മൈസെൽഫ് ടു എ ബെറ്റർ പേഴ്സൺ. റീഡിംഗ് ആണോ മറ്റെന്തെങ്കിലും? റീഡിംഗ് എല്ലാം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഐ ആം ഡൂയിങ് ലൈക്ക് 20 to 23 കോഴ്സസ് റൈറ്റ് നൗ ഓൺലൈൻ ആൻഡ് അതർ കോഴ്സസ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. റിലേറ്റഡ് ഈ ഇൻഡസ്ട്രി ആണോ അതോ അങ്ങനെയൊന്നുമില്ല? സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ആവശ്യമുണ്ട് തോന്നുന്ന സാധനം. ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, നോട്ട് അറ്റ് ഓൾ യൂസ്ഫുൾ എന്ന് എനിക്കറിയാം. ലൈക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ഉണ്ടാവുമായിരിക്കാം. ഏത് ലാംഗ്വേജ് പഠിക്കുന്നത്? ജാപ്പനീസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, I don't know where I might use it, but അതെനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി പഠിക്കണം, അത്രേ ഉള്ളൂ. നമ്മുടെ ബ്രെയിൻ ഒന്ന് റിഫ്രഷ് ചെയ്യാനും പറ്റും പുതിയൊരു സാധനം പഠിക്കുക എന്നുള്ളതാണ് ഐ ആം ട്രൈങ് ടു ഡു. ഓക്കെ, വേറെ എന്തൊക്കെയാ അങ്ങനത്തെ കോഴ്സസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഓൺലൈനില്? ഞാൻ ഏകദേശം എല്ലാം ട്രൈ ചെയ്ത് നോക്കും. എന്റെ കയ്യിൽ ഇത് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. അപ്പൊ ഞാൻ അത് ട്രൈ ചെയ്യുന്നില്ല. ചിലത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ അടുത്ത പരിപാടി പോകും. ഓക്കെ. ഇപ്പൊ ഈ ഒരു ഫേഷ്യൽ എസ്തെറ്റിക് അത് എനിക്ക് തോന്നുന്നു വലിയൊരു ഇൻഡസ്ട്രി തന്നെയല്ല ഇൻ ഫ്യൂച്ചർ. അതിന്റെ ഒരു ഫ്യൂച്ചറിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും ഫേസ് 360? നമ്മളൊരു ഞാൻ പറഞ്ഞു നമ്മുടെ ഫേസ് 360 ഇന്റൻഷൻ ബേസിക്കലി ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാം സംഗതി. പിന്നെ ഈ പറഞ്ഞ പോലെ വി ആർ ഏബിൾ ടു ഗിവ് അറ്റ്ലീസ്റ്റ് 1 lakh people a job in this field. അങ്ങനെയാണെങ്കിൽ that is what we are looking to. തീർച്ചയായിട്ടും അപ്പൊ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. അപ്പൊ നമ്മള് ഫീൽഡ് ഇപ്പം ഇതിൽ നിന്ന് മാറി അടുത്ത ഫീൽഡിലോട്ട് കയറാം, അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറാം. ഇപ്പം നമ്മളിപ്പം ഇലാമ ബിക്കോസ് നിങ്ങളാണ് ബ്രാൻഡിങ് ചെയ്തത്. ഇലാമ ബേസിക്കലി വി ആർ ട്രൈങ് ടു ഡു ലൈക്ക് ഒരു ഇന്ത്യസ് ലാർജസ്റ്റ് ആന്റി ഏജിങ് എന്നുള്ള സാധനത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് മാറി വലിയ മാറി ആന്റി ഏജിങ്. അതെ. അപ്പം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത്. അത് ദാറ്റ്സ് വാട്ട് ലൈക്ക് വി ആർ നമ്മളതിങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ പോവല്ലേ ചെയ്യാം. നമുക്ക് നമ്മൾ ഒരു ക്ലിയർ കട്ട് പ്ലാൻ റീച്ച് ചെയ്യേണ്ട സ്ഥലം എങ്ങനെയാണെന്നുള്ളത് റൂട്ട് വിൽ ബി ലൈക്ക് 1 by 1 നമുക്ക് പോകാൻ പറ്റുള്ളൂ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ആന്റി ഏജിങ് പോലത്തെ ഇൻഡസ്ട്രി നിലവിൽ കേരളത്തിലോ ഇന്ത്യയിലോ അത്ര ഫെമിലിയർ അല്ല. എബ്രോഡ് മേ ബി, പക്ഷെ ഇവിടെ അത് ഇപ്പോ ആൾക്കാർ അറിഞ്ഞു വരിക എന്നുള്ളത് ഇപ്പോ ടെക്നോളജിയും ഫെസിലിറ്റി ഉണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ പിന്നെ അവരത് ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം അതിലുണ്ടാവില്ലേ ശരിക്കും ഒരു പുതിയ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ? ഇപ്പം ഇൻസ്റ്റാഗ്രാം ഈ പറഞ്ഞ സംഗതികളുണ്ട്. നമ്മളൊരു സംഗതി ഇട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും സെർച്ച് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഐ ബിലീവ്. അവരെ അറിയിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ല. They'll come to know because ഏതൊരാൾക്കും യങ് ആയിരിക്കാൻ ആഗ്രഹത്തിലുള്ളവരുണ്ടാവും. നമ്മളെല്ലാവരും അതന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. സോ ഐ തിങ്ക് it will work out. ഇപ്പോൾ ശരിക്കും ഇപ്പോ ഒരു നോർമലി ഇപ്പൊ ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു വെൽനെസ് പോലെ അല്ലല്ലോ ഇത്. അതിന് തീർത്തും കംപ്ലീറ്റ്ലി മെഡിക്കലാണ്. ആന്റി ഏജിങ് എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കൊരു ഇപ്പൊ ഒരു 60 ഏജ് ഉള്ള ആളെ ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു 40s എത്തിക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി വിത്ത് their help. നമ്മളൊരു 50% ആയിരിക്കും ഡോക്ടേഴ്സ് സൈഡിൽ നിന്നൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കി 50 ഫ്രം their side. അവരും കൂടെ വില്ലിംഗ് ആണെങ്കിൽ അതെ
പോസിബിൾ ആണ്, സയന്റിഫിക്കലി പോസിബിൾ ആണ്. ഇപ്പൊ നമ്മൾ ജോൺ ബ്രൈസൺ എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് എസ്പെഷ്യലി സെലിബ്രിറ്റീസ് ഒക്കെ ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? അപ്പം ബേസിക്കലി വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് അതന്നെ. ഓക്കെ. അപ്പൊ ആ ഇൻഡസ്ട്രി, നിലവിൽ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ, അതോ നിങ്ങളുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും അത്? ഐ തിങ്ക് ദർ ആർ ഫ്യൂ പീപ്പിൾ ഓവർ ലൈക്ക് കുറച്ച് പേരുണ്ട്. ചെന്നൈയിലൊക്കെ എനിക്ക് അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ബ്രാൻഡ് ആരാണെന്ന് പറയുന്നില്ല. ദർ ആർ പീപ്പിൾ ഹു ആർ ഡൂയിങ് ദിസ്. ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് നമുക്കറിയുന്ന. ഇപ്പൊ മുംബൈ, ചെന്നൈ, ഗുർഗാവ്, ബേസിക്കലി അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ ഒരു പുതിയൊരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ അതിന്റെ ഒരു പ്രൈമറി സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിനെ കുറിച്ച് പഠിക്കാൻ അതിന് എത്ര ടൈം എടുക്കുന്നുണ്ട്? അതിന് ഏതൊരു അപ്രോച്ചാണ് അതിന് കൊടുക്കുന്നത്? ഈ ഇലാമ ചെയ്യാൻ നമുക്ക് ഓൾമോസ്റ്റ് 2.5 years സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്. 2.5 വർഷം എടുത്തു നമുക്ക് ഇലാമ പഠിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അതെങ്ങനെയൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം, ആരെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം, അതൊക്കെ നമുക്ക് എടുക്കാൻ ടൈം എടുക്കും. R&D ബേസിക്കലി 2.5 years ഇലാമ എടുത്തിട്ടുണ്ട്. ഓക്കെ. ബിക്കോസ് ആ സമയത്ത് നമ്മളും ടീം വാസ് വെരി എന്താ പറയുക ബിഗിനിങ് സ്റ്റേജിലാണ്. അത്ര സെറ്റപ്പ് ആയിട്ടില്ല നമ്മൾ അതങ്ങനെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വെൻ ദ ടീം ഇസ് സ്ട്രോങ്ങർ ഇറ്റ് ഇസ് ഈസിയർ. നമ്മളിപ്പോൾ GCC എക്സ്പാൻഷൻ ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് us much time. 2 weeks കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഓക്കെ. ടീം ബിഗർ ആയതുകൊണ്ട് മാത്രം. അപ്പൊ എക്സിക്യൂഷൻ ലെവലിലോട്ട് ടീം എത്തി, അവരുടെ വിഷൻ നമ്മുടെ വിഷനായിട്ട് ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഈസിയർ. അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാവാം. ഓക്കെ. നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് ഡെന്റൽ ശരിക്കും ഡോക്ടേഴ്സ് ഒരുപാടുണ്ട് അല്ലെ? ആക്ച്വലി ഒരുപാട് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പൊ ഇത്രയും നമ്പർ ഓഫ് ഡോക്ടേഴ്സ് വരുമ്പോൾ ശരിക്കും അവർക്ക് ഒരു പ്രൊഫഷണൽ ചാലഞ്ചസും കൂടെ വരുന്നില്ല? നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ ഒന്നുകിൽ 2 ഓപ്ഷനുകൾ, ഒന്നുകിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യണം, അതല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ അവിടെയും ചാലഞ്ചസ് ഉണ്ട്. കാരണം പുള്ളി ഒരിക്കലും ഒരു ഓണ്ടർപ്രണർ ആയിക്കോളുന്നില്ല, മേ ബി അത് പൂട്ടി പോകാനുള്ള പോസിബിലിറ്റിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ ആ ഒരു ഏരിയയിൽ എന്താണ് അവർക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഡെവലപ്പ് ചെയ്യാന്നുള്ള മാത്രമാണ് ഏതൊരാൾക്കും കോഴ്സിനെ പാർട്ട് ചെയ്യാം. ഒരാൾ പേഴ്സണലി അയാളുടെ മാക്സിമം ഇംപ്രൂവ്മെന്റ് അയാൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹി ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് അതർ വൈസ്. അതൊന്ന് ബേസിക് സാധനം. അല്ലാതെ നോർമലൈസ് ചെയ്ത് ഒരേ ലെവലിൽ തന്നെ എല്ലാവരും പോലെ ഒരു ബാച്ചിൽ നിന്ന് 100 സ്റ്റുഡന്റ് വെച്ച് ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. എത്ര കോളേജ് സ്റ്റുഡന്റ് ഇപ്പൊ ഒരു ഇയർലി എത്ര സ്റ്റുഡൻസ് ഇറങ്ങുന്നുണ്ടാവും? അത്രയും ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ദേ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഫോർ ദംസെൽഫ്. അതാണ് ബേസിക് വേണ്ടത് ആക്ച്വലി. യു ബി യുവർ ഓൺ സെയിൽസ്മാൻ. അല്ലാതെ വേറൊരാൾ നിങ്ങളെ സെയിൽ ചെയ്യണം എന്നുള്ള കണ്ടീഷനിലോട്ട് പോയി കഴിഞ്ഞാലാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇനീഷ്യൽ ലെവലിൽ തന്നെ അവരത് മനസ്സിലാക്കിയിട്ട് റൈറ്റ് നൗ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ റീച്ച് കൂട്ടി, നിങ്ങളുടെ പോപ്പുലാരിറ്റി കൂട്ടി, ഡിമാൻഡ് കൂട്ടി കഴിഞ്ഞാൽ യു ഹാവ് ബെറ്റർ ഓപ്ഷൻസ്. അല്ലാത്തടത്തോളം കാലം സ്ട്രഗിൾ. നിങ്ങളത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവരെ നമ്മൾ ഒരു കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ആ എന്താ പറയുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള പേഷ്യന്റിന്റെ മുകളിൽ ചെയ്യേണ്ടതല്ലാതെ നമ്മൾ ബിസിനസ് പരമായിട്ടോ ഈ പറഞ്ഞ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. എക്കണോമിക്സോ ഒന്നും പഠിക്കുന്നില്ല. നമ്മുടെ most of the doctors they struggle in finance. Yes. മേജർ കാരണം because they don't know that. അപ്പൊ അത് നമ്മൾ സ്വയം പഠിക്കേണ്ട സാധനം. നമ്മൾക്ക് ഇത് ആവശ്യമാണ്, അതുകൊണ്ട് നമ്മളത് പഠിക്കണം. ശരിക്കും ഒരു പാരലൽ എഡ്യൂക്കേഷൻ വേണം അല്ലെ? ഏതൊരു എഡ്യൂക്കേഷന് കൂടെ ഒരു പാരലൽ എഡ്യൂക്കേഷൻ. ഒരു സാധനം അൾട്ടിമേറ്റ് ആയിട്ട് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ചില PG കഴിഞ്ഞവർക്ക് പറയുന്നത് PG എടുത്തു കഴിഞ്ഞിട്ട് യു കാൻ സ്റ്റോപ്പ് ഇറ്റ് ഓവർ ദെയർ. നിങ്ങൾ PG എടുത്ത് കഴിഞ്ഞുകൊണ്ട് യെസ് യു ഹാവ് നോളജ് ഇൻ ദാറ്റ് ഏരിയ. ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല. ഒരുപാട് PGs ഇവിടെ ഉണ്ട്. ആ ഏരിയയിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്. വി അഗ്രി ടു ദാറ്റ്. അല്ലാതെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി നമ്മുടെ ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് എവരിബഡി ക്യാൻ ബി ഒരു സ്പേസ് ഉണ്ടാവും, നമുക്ക് നമ്മളുടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്യും. വി കാൻ ബ്ലെയിം സിസ്റ്റം അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ കൂടുതൽ എടുക്കുന്നത് ഇപ്പോ ഡെന്റൽ സ്റ്റുഡൻസ്, ആ ഒരു ഡെന്റൽ ഡോക്ടേഴ്സ് എന്നുള്ളൊരു സെഗ്മെന്റ് ആണോ നിങ്ങൾക്ക് കൂടുതലും? അല്ല, ടീമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് വരാറുണ്ട്. ഞാൻ കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റും എനിക്കൊരു ഇൻട്രസ്റ്റഡ് ഏരിയ അതാണ്. എന്താ പറയാ പീപ്പിൾസ് ലൈഫ് അല്ലെങ്കിൽ അതിൽ എനിക്ക് ഇപ്പം എത്രത്തോളം അഡ്വാൻസ് ടെക്നോളജീസ് ഉണ്ട്, എന്തൊക്കെ പഠിക്കും. ഞാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ്. ഒരു കഥ പറഞ്ഞു ആന്റി ഏജിങ്. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഈ ജോൺ ബ്രൈസൺ എന്ന ആളുടെ
ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതെന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ പിന്നാലെ പോയത്. ഓക്കെ. വൈ കാൺ വി ഡു സംതിങ് ഓവർ ഹിയർ ആയിട്ട്, കാലിക്കറ്റ് പോലത്തെ സ്ഥലത്ത് ഇടാൻ പറ്റുമോ ഇല്ലയോ, ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തു. ഒരു തോട്ടിന്റെ പുറകെയുള്ള യാത്ര. ഡെഫിനറ്റ്ലി. പിന്നെ അതിന്റെ മുകളിൽ നമ്മൾ പഠിച്ച് വന്നതാണ്. യെസ്. അല്ലാതെ ഓൾറെഡി ആദ്യം പ്ലാൻ ഉണ്ടെന്നല്ല. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ് അല്ലെ. ഇപ്പൊ ഏതൊരു ബിസിനസ്സിലേക്കും ആരും പ്ലാൻ ചെയ്ത് വരുന്നൊന്നുമല്ല. ഏതോ ഒരു മൊമെന്റിൽ തോന്നുന്ന ഒരു തോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്പിറേഷനോ ബേസ് ചെയ്തിട്ടായിരിക്കും. അല്ല, ഇത് മാർക്കറ്റിൽ ഇപ്പൊ ഇത് ആവശ്യമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അതെ അതെ, അതും ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റിൽ ആവശ്യം ഉണ്ടാവണം, ഫ്യൂച്ചർ ഉണ്ടായിരിക്കണം. മറ്റേ നമ്മളുടെ ക്രൈസിന് മാത്രം നമ്മളൊരു ബിസിനസ് തുടങ്ങിയത് നമുക്ക് മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ, നാട്ടുകാർക്ക് അത് ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഫേസ് 360 ഇപ്പോൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഹൈലൈറ്റ് ബിസിനസ് പാർക്ക് തന്നെയാണ്. എന്തുകൊണ്ട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ സ്റ്റാർട്ട് ചെയ്തു? അതിന്റെ ഒരു അഡ്വാൻറ്റേജ് മുൻകൂട്ടി കണ്ടിരുന്നോ? വൈ നോട്ട് ഹൈലൈറ്റ് ഞാൻ ചോദിക്കും തിരിച്ച്. എന്താ വെച്ചാല് ഒരു സിറ്റി വിത്തിൻ എ സിറ്റി ഫസ്റ്റ് തിങ്. പിന്നെ ഒരു 6,000+ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്റെ കാഴ്ചപ്പാട് പ്രകാരം ഞാൻ 2019 ഐ തിങ്ക് യു കെയിം ബിഫോർ ദാറ്റ്, ലൈക്ക് 2014 ഇവിടെ ഉണ്ടെന്നുണ്ട്. ഒരു 4-5 years. ഞാൻ 2019 വരുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ ഫസ്റ്റ് when I saw highlight I was like, this place has potential. Yes. This place has money, this place has potential. അതായിരുന്നു എന്റെ ഫസ്റ്റ് സാധനം. That is the reason why നമ്മളുടെ ഒരു ലീഡ് പൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ. Definitely. അതുകൊണ്ടാണ് ഹൈലൈറ്റ്. ഓക്കെ. യെസ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. ഇപ്പം മോസ്റ്റ് ഓഫ് മൈ കണക്ഷൻസ് അല്ലെങ്കിൽ എന്റെ ഗസ്റ്റ് ഹൈലൈറ്റ് എന്നുള്ള ആള് തന്നെയാണ്. ഓക്കെ. റെസിഡൻസി, ബിസിനസ് പാർക്ക്, ഇതൊക്കെ തന്നെ ബിസിനസ് പാർക്ക്. പിന്നെ ഈ പറഞ്ഞ വേൾഡ് ട്രേഡ് സെന്ററും അതൊക്കെ വരികയാണെങ്കിൽ മോർ ബെനിഫിറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ശരിക്കും വലിയൊരു അഡ്വാൻറ്റേജ് ആണല്ലോ. ഇപ്പോൾ കാലിക്കറ്റ് എന്നല്ല, എൻ്റെ കേരള അല്ലെങ്കിൽ എൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്റർ ആണ് ഹൈലൈറ്റിന്റെ ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും ബിഗർ വിഷൻ ഉള്ള ടീമിന്റെ അവിടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഗ്രോത്ത് ഉണ്ട്. അപ്പൊ സിമ്പിൾ, ഇപ്പൊ ദുബായ് വളരുന്നതിന്റെ കൂടെ വളർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഹൈലൈറ്റ് വളരുന്നതിന്റെ കൂടെ വളരെ എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ടാവും. ഓക്കെ. ഇതിലിപ്പോ ഓഫ് കോഴ്സ് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലെ, ഫേസ് 360 ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാ അവിടെ ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോ എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആണോ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 കാറ്റഗറി ആൾക്കാരുണ്ടാവും. ഒന്ന് ഇവിടെ സ്റ്റാഫ്, ആ ഒരു കാറ്റഗറി ഉണ്ടാവും. 2 ഇവിടെ ഓണേഴ്സും ഉണ്ട്. അപ്പൊ ഈ സ്റ്റാഫിന് എത്രത്തോളം അഫോർഡബിൾ ആണോ ഇങ്ങനത്തെ കാര്യങ്ങൾ? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ എനിക്കത് ടെക്നിക്കൽ സംഗതികൾ എനിക്ക് കുറച്ചും ബെറ്റർ ഡോക്ടേഴ്സിനാണ് പറയാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ട്. നമുക്ക് എല്ലാ മന്തും വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നത്. ബിക്കോസ് ഹി ആൻഡ് ഹിസ് ഫാമിലി. പുള്ളി നമ്മളെ ഒരു യൂണിയൻ മെമ്പർ കൂടിയാണ്. പുള്ളി എല്ലാവർക്കും അഫോർഡബിൾ ആണ്. ഒരു വൺ ടൈം എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. You wanted to do something on your face? Yes. Just try us. അത്രേ പറയാൻ പറ്റൂ. നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഫേസ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നമ്മളത് എല്ലാവരെയും പറഞ്ഞ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് കണക്ട് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇത് ഭയങ്കര കസ്റ്റമൈസ്ഡ് ആണല്ലോ അല്ലെ. ഇപ്പൊ ഒരു ഓരോ വ്യക്തിക്കും സെപ്പറേറ്റ് ആയിരിക്കണം. നമുക്കൊരു എല്ലാവർക്കും ഒരു സാധനം അല്ല, റെഡി ടു ഒരു ഈറ്റ് അല്ല. ഓക്കെ. ഇന്ന് പല ഇൻഡസ്ട്രീസും പലരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് അതിനൊരു ബ്രാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് ഒന്നുകിൽ IPO പോലുള്ള കാര്യങ്ങളിലേക്ക് പോവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർനാഷണലി മറ്റ് ടൈപ്സിലേക്ക് കൊളാബറേഷൻസിലേക്ക് സെല്ല് ചെയ്യുക. പല ഓപ്ഷൻസ് നമുക്കുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഫേസ് 360 നമ്മൾ കാണുന്നത്? നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും? ആസ് ഓഫ് നൗ ലൈക്ക് നമ്മുടെ ഇപ്പം കറന്റ് പ്ലാനിങ് ഒരു എക്സ്പാൻഷൻ മാത്രമാണ്. ഫർദർ ലൈക്ക് മേ ബി എക്സിറ്റ് പ്ലാൻ ഉണ്ടായിക്കൂടായിക്കൊന്നുമില്ല. നമ്മുടെ എങ്ങനെയാണ് സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദാറ്റ്, അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു 7 ക്ലിനിക്സ് എന്നുള്ള കണ്ടീഷനിൽ എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ട്, GCC ഉൾപ്പെടെയുള്ള. സോ വി ഹാഡ് എ ഡിസ്കഷൻ വിത്ത് റീസെന്റ് സൗദി ഗവൺമെന്റ്, സൗദി മിനിസ്റ്റർ ആയിട്ട് നമുക്കൊരു മീറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി ഹാഡ് എ ഡിസ്കഷൻ ഓൺ എക്സ്പാൻഷൻ നമ്മുടെ ഈ ഡെന്റൽ ഫീൽഡ് ആയിട്ട്. സോ ദേ ആർ ഇംപ്രസ്ഡ് വിത്ത് us. സോ വി ആർ പ്ലാനിങ് ഓഫ് putting up in Saudi right now. Initially ഇപ്പൊ നമ്മള് സൗദിയാണ് ഇപ്പൊ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്, റിയാദില്. യെസ്, അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ്. കേരളത്തിൽ ഉണ്ടോ? P7 കേരളം വരുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പൊ നമ്മള് അടുത്തൊരു സാധനം ഇല്ല. വിൽ ബി ഗോയിങ് ഔട്ട്സൈഡ്. GCC ആണ് ഇപ്പൊ ഫസ്റ്റ്. GCC ആണ് തിങ്ക് ചെയ്യുന്നത്. പിന്നെ ഹൈദരാബാദ് ആൻഡ് ഗുർഗാവ് ഇസ് ദേർ.
ഇപ്പം ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ. ഓക്കെ. അപ്പം ഇതൊരു ബ്രിഡ്ജ് പ്രോഗ്രാമായിട്ട് നമ്മൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഒരു ഗൾഫ് പ്ലസ് ഇന്ത്യ, GCC ഇന്ത്യ ബ്രിഡ്ജ് പ്രോഗ്രാമായിട്ട്. സോ വി ആർ എന്താ പറയുക, ഒരു തുടക്കത്തിലാണ് ഇപ്പൊ അതിന്റെ. ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി സപ്പോർട്ടീവ് ആണല്ലേ ഇപ്പൊ, കാരണം ലേറ്റസ്റ്റ് ടെക്നോളജി കാര്യങ്ങൾ വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ അവെയർഡ് ആയിരിക്കുമല്ലോ. ഇപ്പൊ GCC ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ, മറ്റേ നമ്മൾ ഇവിടെ മാത്രം ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഒരുപാട് അകലെയായിരിക്കും. നമ്മൾ ചെയ്യുന്നതാണ് ബെസ്റ്റ് എന്നുള്ളൊരു മോഡലായിരിക്കും പലപ്പോഴും ഇവിടെ ബിസിനസ് മാത്രമായിട്ട് ചെയ്യുമ്പോൾ. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ ശരിക്കും GCC കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ? നമുക്ക് എക്സ്പോജർ കൂട്ടുക എന്നുള്ളതാണ് ഒന്ന്. നമുക്ക് പിന്നെ ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും അതിന്റെ കൂടെ തന്നെ. പിന്നെ ആസ് ഐ ടോൾഡ്, നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വി ഹാവ് എ ഗുഡ് മെന്റേഴ്സ്, ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 30-40 years ഇൻ ദിസ് ഫീൽഡ്. അപ്പം അത്രയും ആൾക്കാരുണ്ട്. ഇപ്പം ലൈക്ക് നോൺ പീപ്പിൾ, ഇപ്പം GCC കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ഫോർസൈറ്റ് ഗ്രൂപ്പിന്റെ ഡോക്ടർ ജിതേന്ദ്ര അരിക എന്നിട്ടൊരാളുണ്ട്. പുള്ളിയാണ് GCC കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പുള്ളിയാണ് നമ്മളെ ഹെഡ് ചെയ്യുന്ന ഒരാള്. അപ്പം അങ്ങനെ കുറച്ച് നല്ല ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. സോ ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ് വി ഹാവ്. ഒരു GCC പോയിട്ട് ഒരു മാർക്കറ്റ് കയറിയിട്ട് നമുക്ക് അവിടെ ആ മാർക്കറ്റ് അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്. അപ്പൊ എനിക്ക് ബേസിക്കലി ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ എന്റെ ഒരു അച്ചീവ്മെന്റ് പറയാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ ടീമിനെ ഫൈൻഡ് ചെയ്യുന്നത്? ഇപ്പൊ എല്ലാവരും നമുക്ക് പരിചയമുള്ളവരൊന്നും ആയിരിക്കില്ലല്ലോ. എങ്ങനെയാണ് അത് ഡിഗ് ചെയ്തെടുക്കുന്നത്? എങ്ങനെ? ഇറ്റ് ജസ്റ്റ് കെയിം ലൈക്ക് ദാറ്റ്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. എനിക്ക് അതിന്റെ ഒരു അതങ്ങനെ ഒരു പർപ്പസ്ഫുള്ളി സംഭവിച്ചതല്ല അത്. ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ. നമ്മുടെ അതിന്റെ പിന്നാലെ പോയി. സോ വി ആർ ഏബിൾ ടു കണക്ട് ദം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇൻട്രസ്റ്റഡ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ പിന്നാലെ പോകില്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. വി വർ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ഫീൽഡ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പറ്റിയ ഒരാളെ നമുക്ക് വേണം, അറിയണം. അപ്പൊ നമ്മൾ ഓരോ ആളുമായിട്ട് കണക്ട് ചെയ്ത് പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ട ആളാണ് ഇത്. ചെയ്ത് അങ്ങനെയാണ്. അതേപോലെ 2 years 2.5 years ആയി നമുക്കിത് ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടി എടുത്തിട്ടുണ്ട്. സോ അതിന്റെ ബാക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. ഒരാൾ കാണും, പെട്ടെന്ന് ഒരാൾ വന്നു, അയാൾ ഇത് ചെയ്തു എന്നുള്ള കാണുന്നുള്ളൂ. സക്സസ് സ്റ്റോറീസ് മാത്രമേ ഷെയർ ചെയ്യപ്പെടുന്നുള്ളൂ. ഫെയിലിയർ സ്റ്റോറീസ് എവിടെയും ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഐ വുഡ് സേ നോട്ട് ടു ഷെയർ ദാറ്റ്. ഒരു പരിധി കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് നമ്മുടെ ഫെയിലിയേഴ്സ് മറ്റുള്ളവർ കേട്ടുകൊണ്ട് എന്ത് കാര്യമൊന്നും. ഫെയിലിയേഴ്സിന് ലേൺ ചെയ്യാം എന്നുള്ളൊരു പ്രോസസ്സും ഒരു പരിധി വരെ ഞാൻ പറയാം. എവരിബഡി ഹാസ് ടു ട്രൈ ഓൺ ദെയർ ഓൺ വേ. ബിക്കോസ് ഇതൊരു ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് ദാറ്റ് യു ഗെറ്റ് അപ്പ് ഫ്രം ദാറ്റ്. ആ ഫെയിലിയർ സംഭവിച്ചു, അതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം. വേറെ ആൾക്ക് ചിലപ്പോൾ അതൊന്നും ലേൺ ചെയ്യാനൊന്നും കിട്ടിക്കോളില്ല. നമ്മളത് സ്ട്രോങ് ആക്കുകയുള്ളൂ. അപ്പൊ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സപ്പോസ് ഇപ്പോൾ ഒരു ഫേസ് 360 ഒരു കംപ്ലീറ്റ് ഒരു പ്രോഡക്റ്റ്, ഒരു ബിസിനസ് എന്റർപ്രൈസിങ് ആയാൽ ഇപ്പോൾ സെൽ ഔട്ട്, സപ്പോസ് ഇത് സെൽ ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ എന്തിലേക്കായിരിക്കും പിന്നീട് പോകുക? അപ്പോൾ റീസെന്റ് കുറേ സ്റ്റോറീസ് വരുന്നുണ്ട്. അതായത് ചില ആൾക്കാരൊക്കെ ബിസിനസ് സെല് ചെയ്തിട്ട് കോടികൾ കിട്ടിയിട്ട് വെറുതെ ഇരിക്കുന്നു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ. ഇല്ല, ഞാൻ അങ്ങനെ ഐ ആം നോട്ട് ബിഹൈൻഡ് മണി. വൺ തിങ്, മണി ഈസ് ലൈക്ക് അതിന്റെ കൂടെ വരുന്ന സംഗതിയാണ്, ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നുള്ളൂ. മണി ഈസ് നെസസറി, അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. സെൽ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു അത്ര ഫർദർ ഞാൻ ചിന്തിക്കാറില്ല. ഒന്നും എനിക്കങ്ങനെ പറ്റില്ല. കാരണം ഐ വിൽ ബി തിങ്കിങ് ഓഫ് ടുഡേ ഓർ ടുമോറോ മാക്സിമം. അതിലപ്പുറം ഞാൻ വല്ലാത്തൊരു ലോങ് ടേം ഒന്നും എനിക്കങ്ങനെ പറ്റില്ല. ബിക്കോസ് യു നെവർ നോ ഹൗ ലോങ് യു വിൽ സർവൈവ്. കറക്റ്റ്. അപ്പൊ നാളെ അങ്ങ് അടിച്ചു ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല നമ്മളിപ്പോ ഒരു 4 years കഴിഞ്ഞിട്ട് ആയിരിക്കൂല അല്ലെ, ആഗ്രഹങ്ങളുണ്ട്, വിഷൻസ് ഉണ്ട്. ബൈ ദിസ് ടൈം, ദിസ് പീരീഡ് വി ഹാവ് ടു റീച്ച് ദിസ് ലെവൽ എന്നുള്ള സംഗതികൾ. ബട്ട് അതൊരു പ്രോപ്പർ ചാനൽ ത്രൂ അങ്ങനെ പ്ലാൻഡ് ആണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നോ. ഐ വോണ്ട് സേ എനിബഡി വുഡ് ബി പ്ലാൻ ലൈക്ക് ദാറ്റ്. ഇപ്പം ഹൈലൈറ്റ്, ഐ ഡോണ്ട് തിങ്ക് ദേ വുഡ് ഹാവ് പ്ലാൻ ലൈക്ക് ദാറ്റ്. ഹൈലൈറ്റിനായാലും അവരുടേതായ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അതൊക്കെ സർവൈവ് ചെയ്ത് പോയതിനെ കൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഹൈലൈറ്റ് അവിടെ കാണുന്നുണ്ടായത്. Everybody is like that. 2014 ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാൻ ഹൈലൈറ്റിൽ വന്നിരുന്നു. അതിന്റെ ഫോട്ടോ റീസെന്റ് ഫേസ്ബുക്കിൽ. അപ്പൊ അന്ന് ഹൈലൈറ്റ് ഇത്ര ഡെവലപ്ഡ് അല്ല, പക്ഷെ അന്ന് ഇവിടെ വന്നപ്പോ എനിക്ക് ഫീൽ ചെയ്തു വൺ ഡേ തിരിച്ച് ഇവിടെ തന്നെ വരണം. അന്ന് എന്റെ ഓഫീസ് മഞ്ചേരി, റൈറ്റ് പ്ലേസ് ഇതാണ്. ഞാൻ എത്രയൊക്കെ വൈകി പോയല്ലോ. പൃഥ്വിരാജ് പടത്തിൽ പറഞ്ഞപ്പോലെ ഒരുപാട് വൈകി എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. കോവിഡ് ടൈമിലാണ് ഇവിടെ വരുന്നത്. അതുവരെ കർണാടകയിലായിരുന്നു. അതായത് പുറത്തുനിന്ന് വരുന്ന, ഇപ്പൊ കോഴിക്കോട്, നമ്മളിപ്പോ ഒരിക്കലും കോഴിക്കോട്ടുകാരനല്ല, പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ ഈസിയാണ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഹൈലൈറ്റ് എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും. വെരി അക്സെപ്റ്റിംഗ്. ഞാൻ കോഴിക്കോട് തന്നെയാണ്. ബട്ട് ഡെഫിനറ്റ്ലി അതൊരു വലിയ റീസൺ ആണ്.
യെസ് അപ്പൊ അല്ലാത്തൊരു സ്ഥലത്ത് അത്ര ഡെവലപ്മെന്റ് ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. അപ്പൊ എന്റെ അടുത്ത് കോഴിക്കോട് സിറ്റി നോക്കുകയാണെങ്കിലും ഈ ഏരിയയിലെ ഡെവലപ്മെന്റ്സ് വളരെ അല്ല, fast ഇവിടെ ആണ്. ആളുകൾ വളരെ അക്സെപ്റ്റിംഗ് അല്ല. എല്ലാ തരത്തിൽ നോക്കി കഴിഞ്ഞാലും ഒരു എക്കോസിസ്റ്റം സപ്പോർട്ടീവ് ആണ്. ഔട്ട്സൈഡ് ഹൈലൈറ്റ് ഓൾസോ നമ്മളിപ്പോ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ വേറെ ഷോപ്പ് പോയി കഴിഞ്ഞാലൊക്കെ അവര് നമ്മളോട് കാണിക്കുന്ന ഒരു രീതി നമുക്ക് കർണാടകയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വെൽക്കമിങ് രീതി ബേസിക്കലി കുറച്ചും കൂടെ കൂടുതലാന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതൊക്കെ റീസൺ ആയിരിക്കാം കോഴിക്കോട് കുറച്ചും കൂടെ ബെറ്റർ ആയി ഡെവലപ്പ് ചെയ്യുന്ന റീസൺ. യെസ് യെസ്. ആ ഒരു ഗസ്റ്റ് മൈൻഡ് സെറ്റ് കോമൺ ആയിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട്. മേ ബി. യെസ്. ഓഫ് കോഴ്സ് ഇപ്പോൾ ഫേസ് 360 നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു മൂവ്മെന്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു മേജർ ഏരിയ തന്നെയാണ്. ഇപ്പൊ എല്ലാവരും സംബന്ധിച്ചും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തിങ്ക് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മൂവ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ലൈക് വി ഫൈൻഡ് ദ പീപ്പിൾ ഒന്നതാണ് മേജർ റീസൺ. നമ്മുടെ ആൾക്കാർക്ക് വേണ്ട ആളുകളാണോ എന്നുള്ളത് നോക്കി കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ അവതരിപ്പിക്കുക. അവിടെ നമ്മള് മോർ ദാൻ എവിടെയെങ്കിലും നമ്മള് present ചെയ്തിട്ടുണ്ടോ? ഒരാൾ കൺവിൻസ് ചെയ്യുന്നതിനേക്കടപ്പുറം നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളെ കോൺസെപ്റ്റ് അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ they are ready to invest in you. അപ്പൊ അയാൾക്ക് മനസ്സിലാവാത്തടത്തോളം കാലം ഇൻവെസ്റ്റ് ചെയ്യില്ല. അതാണ് ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്ന സംഗതി. ഏതൊരു പ്രൊജക്ട് ആയാലും വൈ ഈസ് ഹൈലൈറ്റ് ഏബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ് ബിക്കോസ് they കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളെ. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യും. സിമിലർലി നമ്മുടെ കൺസെപ്റ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ they are ready to invest in us. ആണ് അവിടെ. ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യാറ്? അങ്ങനെ എന്തെങ്കിലും ഒരു നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ എബ്രോഡ് പറഞ്ഞു അങ്ങനെയുള്ള ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു CII അതുപോലെ തന്നെ സൗദി ഇൻവെസ്റ്റ്മെന്റ് പ്ലാനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അവിടെ പോവാനും വി ഹാഡ് എന്താ പറയാ അവിടുത്തെ മിനിസ്റ്ററായിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വി വർ ഏബിൾ ടു കൺവിൻസ് ഹിം. ലൈക്ക് ആ പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വാട്ട് വി ആർ ട്രൈങ് ടു ഡു, ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എങ്ങനെയാണ് ഞങ്ങൾ സൗദിയിൽ യൂസ്ഫുൾ ആക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഹി വാസ് കൈൻഡ് ഓഫ് കൺവിൻസ്ഡ്. അപ്പൊ നമുക്കൊരു മീറ്റിംഗ് തന്നു, നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതാണ് ഇപ്പൊ സൗദി ഞാൻ പറയാൻ കാരണം. അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരാൾക്ക് അങ്ങനെ എൻട്രി കിട്ടണമെങ്കിലുള്ള ഒരു വേ ഉണ്ടല്ലോ അതിലേക്ക്? ഡെഫിനറ്റ്ലി. എനിക്ക് അത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഡോർ തുറന്നു തന്നത് ബേസിക്കലി എന്റെ ചെയ്യാൻ. അപ്പൊ അജ്മൽ ആൻഡ് ഷെറിൻ അസോസിയേറ്റ്സ് ആണ് എന്റെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അവരാണ് എനിക്ക് ആക്ച്വലി ആ ഡോർ തുറന്നത്, ഓപ്പൺ ചെയ്ത് തന്നത്. സോ ദേ വർ ദ വൺസ് ഹു വർ കണ്ടക്ടിങ് ദാറ്റ് പ്രോഗ്രാം ഓവർ ഹിയർ. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദം എനിക്ക് അവിടെ പോകാൻ പറ്റിയത്. അപ്പം ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇഫ് യു ആർ കണക്ടിങ് ടു ദ റൈറ്റ് പേഴ്സൺ വിൽ ഹാവ് ഓപ്പർച്യൂണിറ്റീസ്. യെസ്. യു തിങ്ക് വിത്ത് ഫ്യൂ പീപ്പിൾ ആൻഡ് യു ടോക്ക് ടു മെനി പീപ്പിൾ എന്ന് പറയാം. നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറഞ്ഞ ആൾക്കാർ മതി. അതെ അതെ. ടോക്ക് ടു എവരിവൺ, നോ ഇഷ്യൂസ്. അപ്പൊ അതിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ നാച്ചുറൽ അസോസിയേറ്റ്സ് ആൻഡ് ഷെറിൻ അസോസിയേറ്റ്സ്. അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഡോർ കിട്ടിയത്. ശരിക്കും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള എല്ലാ എക്കോസിസ്റ്റംസിലും നമ്മളെ ഗ്രോ ചെയ്യിക്കുന്ന ആൾക്കാർ ഉണ്ടാവുക എന്നല്ല. ഇപ്പൊ CA ആണെങ്കിലും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഒരു ഇന്റേണൽ ടീം അല്ലെ, ഒരുപാട് എക്കോസിസ്റ്റത്തിന്റെ ഒരു റൈറ്റ് പേഴ്സൺ ഫോർ യുവർ ഗ്രോത്ത് എന്നുള്ളതാണ്. നമ്മൾ ബോത്ത് രണ്ട് സൈഡിലും ഗ്രോത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് വലിയ സാധനം. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയർ ഫോർ us. രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവും. അത് നടക്കില്ല. അൾട്ടിമേറ്റ് ഇപ്പോ ഓവറോൾ ഈ ഒരു ടോക്കിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒന്നാമത്തെ കാര്യം ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ മെയിൻ ജോബ്, ഒരു ഓണ്ടർപ്രണറുടെ മെയിൻ ജോബ് എന്ന് പറയുന്നത് എന്താണോ ദ ബെസ്റ്റ് അതിനെ ഫൈൻഡ് ചെയ്യുക. അത് പീപ്പിൾ ആവാം, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആവാം, അതൊരു CA ആവാം, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ആവാം, ഇതിന്റെ എക്യുപ്മെന്റ്സ് ആവാം. ആ ദ ബെസ്റ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അല്ല, ഞാൻ ബേസിക്കലി നോക്കാറ് എനിക്കിപ്പം ആക്ച്വലി എന്താണ് റിക്വയർമെന്റ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. Okay. Other than the market outside, I will try to look into myself actually. അപ്പൊ എനിക്ക് ഇപ്പൊ റിക്വയർമെന്റ് ഇന്നൊരാളാണ് അല്ലെങ്കിൽ ഇന്നൊരു സംഗതിയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് we will go behind that. Okay. അല്ലാതെ മാർക്കറ്റിൽ അങ്ങനെ ആവശ്യമുണ്ട് ഇങ്ങനെ ആവശ്യമുണ്ട് നമുക്ക് പിന്നെ എല്ലാം നമുക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ഫോർ മീ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് പോസിബിൾ. അങ്ങനെ തന്നെ പറയാം.
എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫർദർ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താണ് മൈ റിക്വയർമെന്റ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ ജിതേന്ദ്ര അരീക ബേസിക്കലി എനിക്ക് അങ്ങനെ റിക്വയർമെന്റ് വന്നു, ലൈക് ബിക്കോസ് ഈ സംബഡി ഹൂസ് ഹാൻഡ്ലിംഗ് GCC കംപ്ലീറ്റ്ലി. സോ പുള്ളിയുടെ റിക്വയർമെന്റ് എനിക്ക് വന്നപ്പോഴാണ് പുള്ളി ഞാൻ അപ്രോച്ച് ചെയ്തത്. ഓക്കെ. ഈവൻ ദോ ഐ നോ ഹിം ബിഫോർ, ബട്ട് ആ പുള്ളിയോട് ഇങ്ങനെ ഒരു സംഗതി എനിക്ക് ആവശ്യമുണ്ട്, വുഡ് യു ബി ഏബിൾ ടു ജോയിൻ അസ് എന്നുള്ള ചോദ്യം ചോദിക്കാൻ കാരണം ബിക്കോസ് അങ്ങനെ റിക്വയർമെന്റ് എനിക്ക് വന്ന സമയത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമല്ലോ. ദാറ്റ്സ് ദ തിങ്. യെസ് യെസ്. ഓവറോൾ നമ്മളിപ്പോ ഈ ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഓഫ് കോഴ്സ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും ഒരു സ്ട്രഗിൾ ജേണി ഒരു പ്രൈമറി സ്റ്റേജിലുണ്ട്. എനിക്ക് തോന്നിയിട്ട് ഓണ്ടർപ്രണേഴ്സ് ബേസിക്കലി വേറൊരാൾ ചൂസ് ചെയ്ത് വരുന്നല്ല, ദേ ബിക്കം സ്വയം വരുന്ന ഒരു സെൽഫ് തോട്ട് വരുന്ന ആളാണ്. ഇപ്പൊ ഒരാളും ഒരു ഡോക്ടർ ആവുന്ന ചിലപ്പോൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, പാരന്റ്സിന്റെ അങ്ങനെയൊക്കെ ആവാം. ഒരു ഓണ്ടർപ്രണർ ബേസിക്കലി ഹി വാണ്ടഡ് ടു ബിക്കം ഓണ്ടർപ്രണർ. So he is ready to take ഉള്ളിലില്ലാതെ അത് വരില്ല. അപ്പൊ പുള്ളി എന്ത് റിസ്ക് എടുക്കാൻ റെഡി ആയിരിക്കാം, ലൈക് എനി ടൈം, ലൈക് ഇപ്പം എല്ലാം ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടായിരിക്കും വരുന്നത്. സ്ട്രഗിൾസ് ദേ ആർ എൻജോയിങ് ഇറ്റ്. ഓഫ് കോഴ്സ് അല്ലാതെ ഒരാൾക്ക് ഓണ്ടർപ്രണർ ആവാൻ പറ്റില്ല. അൺസർട്ടനിറ്റീസ് ഉണ്ടാവാം. ഡെഫിനറ്റ്ലി. പിന്നെ സോഷ്യലി എക്കണോമിക്കലി വരുന്ന എല്ലാം എഫക്ട് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ഒരു ഡൗൺഫോൾ ഒക്കെ എപ്പോഴും വരും. നമ്മളത് എങ്ങനെ പുറത്തു വരുന്നത് നല്ലതാണ്. വീണു റെഡിയാണ്, വീണ്ടും എണീക്കാൻ പറ്റണം. അത്ര മാത്രമാണ്. സിമ്പിളേ ഉള്ളൂ. യെസ്, ഓഫ് കോഴ്സ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ പുതിയൊരാളെ സംബന്ധിച്ച് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മള് അത്യാവശ്യം ഒരു എക്സ്പീരിയൻസ് ആയ ഒരു വ്യക്തി ഷെയർ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് ഓരോ വാക്കുകളും ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് ബിസിനസ്സിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചും ഒരുപാട് അവർക്ക് ലേൺ ചെയ്യാണ്ട് മറ്റുള്ളവരെ എക്സ്പീരിയൻസ് നിന്നും അവർ പോയ വഴികളിൽ നിന്ന്. ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതോ ഒരു സെലിബ്രിറ്റിയുടെ അതിന്നാണ് നമുക്ക് ഈ എസ്തെറ്റിക് ഇൻഡസ്ട്രിയുടെ അടുത്തൊരു ലെവൽ എന്താന്നുള്ള നമുക്കൊരു തോട്ട് കിട്ടിയത്. അപ്പൊ എല്ലാം നമ്മളെ തോട്ടിന് എവിടെയോ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നു എന്നുള്ളതാണ്. നല്ലൊരു ടോക്ക് ഷോ ആയിരുന്നു. എന്തായാലും താങ്ക് യു മിസ്റ്റർ. താങ്ക് യു ഫോർ ഹോസ്റ്റിംഗ് മീ ഹിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.